ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഏറെ വിവാദമായിരുന്നു. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനെന്ന പേരിൽ യുവതികളെ പോലീസ് സംരക്ഷിച്ച് മല കയറ്റിയത് ഏറെ വിവാദമായിരുന്നു. രഹ്ന ഫാത്തിമയിൽ തുടങ്ങിയ ആ ദൗത്യം ബിന്ദുവിലൂടെയും കനകദുർഗയിലൂടെയും രഹസ്യമായി നടപ്പിലാക്കുകയായിരുന്നു. അന്നേ ഉയർന്ന ആവശ്യങ്ങളിലൊന്നായിരുന്നു ശബരിമലയിൽ മകരവിളക്ക് തെളിയിക്കാൻ മലയരയർക്ക് അവകാശം നൽകണം എന്നത്. ശബരിമല കർമ്മസമിതിയുടെയും BJPയുടെയും പ്രധാന ആവശ്യവും ഇതുതന്നെയായിരുന്നു. അവസാനം ഭക്തരുടെ ആവശ്യം അംഗീകരിച്ച സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മലയരയരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിലും വ്യക്തമാക്കിയിരുന്നു. മകരവിളക്ക് തെളിയിക്കുന്നത് സംബന്ധിച്ച് വർഷങ്ങളായി കാത്തുസൂക്ഷിച്ച സത്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് നിയമമന്ത്രി AK ബാലൻ തടസ്സവാദം ഉന്നയിച്ചിരുന്നു. സത്യം പുറത്തുവരുന്നത് നല്ലതാണെന്നും ഇത് നിയമസഭാ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്നും സ്പീക്കർ P. രാമകൃഷ്ണൻ പറഞ്ഞു. മലയരയരുടെ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട BJP അംഗം O. രാജഗോപാൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിലാണ് മകരവിളക്ക് സംബന്ധിച്ച ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത്. മകരവിളക്ക് ചിലർ കൊളുത്തുന്നതാണെന്നത് വസ്തുതയാണെന്നും അതിനുള്ള അവകാശമാണ് മലയരയർ ചോദിക്കുന്നതെന്നും O. രാജഗോപാൽ ചൂണ്ടിക്കാട്ടി. പ്രമേയം അവതരിപ്പിച്ചയുടൻ മന്ത്രി ബാലൻ പ്രതിഷേധമായി എഴുന്നേറ്റു. ആവശ്യം പരിഗണിച്ചാൽ മലയരയരാണ് ആ മകരവിളക്ക് തെളിയിക്കുന്നതെന്ന് നിയമസഭയിൽ ഔദ്യോഗികമായ വെളിപ്പെടുത്തലാകുമെന്നും മന്ത്രി വിമർശിച്ചു. എന്നാൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ടെന്നും സത്യം പുറത്തുവരുന്നത് നല്ലതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇതേ ആവശ്യമുന്നയിച്ച് മലയരയ സംഘടനകൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കടകംപള്ളി മറുപടി നൽകി. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിലും മലയരയരുടെ സാന്നിധ്യം വ്യക്തമാകുന്നുണ്ട്. അതിനാൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മലയരയരുടെ അവകാശം സ്ഥാപിക്കണമെന്നായിരുന്നു O. രാജഗോപാലിൻ്റെ ആവശ്യം. എന്നാൽ പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ശബരിമല വിവാദം ഏറെ പേരുദോഷമുണ്ടാക്കിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായാണ് ബജറ്റിൽ വലിയ തുക നീക്കിവെച്ചത്. ശബരിമലയുടെ വികസനത്തിന് പ്രത്യേക പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ശബരിമല ക്ഷേത്രത്തിൽ തിരുപ്പതി മാതൃകയിൽ പുതിയ സംവിധാനം ഒരുക്കും. പമ്പയിൽ 10 ലക്ഷം സംഭരണശേഷിയുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കും. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വിരിപ്പന്തൽ, എരുമേലിയിലും നിലയ്ക്കലും പാർക്കിംഗ് എന്നിവയായി 147.75 കോടി രൂപ നൽകും. ശബരിമല റോഡുകൾക്ക് 200 കോടി അനുവദിക്കും. ശബരിമല വികസനത്തിന് ആകെ 739 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് അനുവദിച്ചു. കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകൾക്ക് 35 കോടിയും നൽകുമെന്നും ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഈ മാസം 6-നാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. NSS, തന്ത്രി എന്നിവർ നൽകിയതടക്കമും 56 പുനഃപരിശോധനാ ഹർജികളാണ് വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ചത്. ഇക്കൂട്ടത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കം RSS അനുബന്ധ സംഘടനകളുമുണ്ട്. അനുകൂല വിധിക്കായി വിശ്വാസികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.